ഫ്രണ്ട്സ്, നമസ്കാരം. മേക്കർ സ്റ്റഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു ഫിഷ് മാങ്ങ ഇട്ട കറി, ആ ഫിഷ് മാങ്ങ കറിക്ക് എനിക്കൊരു നാട്ടിൽ നിന്നും കൊണ്ടുവന്ന ഒരു മാങ്ങ കിട്ടി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരു നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. എനിക്കതിൻ്റെ പേര് എന്താണെന്നറിയാൻ വയ്യ. കാരണം പല സ്ഥലത്തും പല പേരിലായിരിക്കും ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഞാനിത് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് ഇത്രയും ഇത് ഫിഷാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ടൂണ ഫിഷാണിത്. അപ്പം നമുക്ക് ഇത് കുറച്ച് മുള്ളും കൂടിയൊക്കെ ഉള്ളതാണ്. അതെന്ന് വെച്ചാൽ ടോട്ടലി അത് ഫ്ലഷ് മാത്രം എടുത്തതല്ല കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു കടുകിട്ട് പൊട്ടിച്ചിട്ട് ഇനി ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇത്രയും കൂടി നമുക്ക് നന്നായിട്ട് അതിനകത്ത് വഴറ്റിയെടുക്കാം. മാങ്ങ കറി ചട്ടിയിൽ വെച്ചെങ്കിൽ മാത്രമേ നല്ല ഒരു ടേസ്റ്റ് കിട്ടൂ. ചട്ടി ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നെ നോൺ സ്റ്റിക്കിൽ വെച്ചോളൂ. അലൂമിനിയത്തിൽ വെക്കരുത് ഒരിക്കലും കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിനി ഉള്ളി ഇട്ട് കൊടുത്തു. സവാള അരിഞ്ഞതാണ്, വളരെ നൈസായിട്ട് അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കണം. അതൊന്ന് വഴറ്റിയിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതോ അല്ലെങ്കിൽ നന്നായിട്ട് ചതച്ചെടുത്തതോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അങ്ങ് എളുപ്പത്തിന് വേണ്ടിയിട്ട് പേസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുത്തു. ഞാൻ വളരെ പൊടിയായിട്ട് അരിഞ്ഞില്ല, അതിച്ചിരി സമയം എടുക്കും. അതുകൊണ്ട് ഞാനങ്ങ് പേസ്റ്റ് ചേർത്ത് കൊടുത്തു കേട്ടോ. എനിക്കത് ഇച്ചിരി അങ്ങ് പാടാണ് പൊടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക. അല്ലെങ്കിൽ ഞാൻ ഗ്രൈൻഡറിൽ വെച്ച് ക്രഷ് ചെയ്തങ്ങ് എടുക്കും നന്നായിട്ട്. എന്നിട്ട് പച്ചമുളകും ചേർത്ത് കൊടുത്ത് 2. എന്നിട്ട് ഇനി ഇത് നന്നായിട്ടങ്ങ് നമുക്ക് മൂപ്പിച്ചെടുക്കാം. കുറച്ച് ഉപ്പ് ഇതിൻ്റെ കൂടി ചേർത്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് അത് മൂത്ത് കിട്ടും കേട്ടോ. നിങ്ങൾ മീൻ മാങ്ങയിട്ട കറി വയ്ക്കുമ്പോൾ കുറച്ച് പുളിയുള്ള മാങ്ങയാണെങ്കിൽ നല്ലതാണ്. ചില മാങ്ങയാണെങ്കിൽ നല്ല പച്ചമാങ്ങയ്ക്ക് ഒരു ചെറിയ മധുരം കൂടി ഉണ്ടാകും. അപ്പം അങ്ങനത്തെ മാങ്ങ വേണ്ട കേട്ടോ. അപ്പം മാങ്ങ വാങ്ങുമ്പോൾ അത് നോക്കിയാൽ മതി നല്ല പുളി ഉണ്ടാകുന്ന. അപ്പോൾ പുളി ഉണ്ടെങ്കിൽ അന്ന് നമുക്ക് നല്ല മീൻ കറി വയ്ക്കാം. ഇതിപ്പം കുറച്ച് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് മുരിഞ്ഞ് ഇനി ഞാനിതിന് സ്പൈസസ് ചേർക്കാൻ പോവുകയാണ്. നിങ്ങൾ വിചാരിക്കും ഞാനിങ്ങനെ സംസാരിക്കുന്ന എന്താണെന്നല്ലേ, എൻ്റെ നാക്കിലിങ്ങനെ ഭക്ഷണം കഴിച്ച് പോകുമ്പോൾ ഇങ്ങനെ കടി കൊണ്ടിട്ട് എനിക്കതിനൊരു വേദനയുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം ഞാൻ സ്പൈസസ് ചേർത്ത് കൊടുത്തു. ഇത് നമ്മൾ സ്പൈസസ് വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയതാണ്. മുളക് പൊടി നമ്മൾ പിരിയൻ മുളക് അല്ലെങ്കിൽ കാശ്മീരി ചില്ലി എന്ന് പറയില്ല, എരിവില്ലാത്തതും എരിവുള്ളതും കൂടെ മിക്സ് ചെയ്ത മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർക്കും. ഉലുവാപ്പൊടി നമ്മൾ പിന്നീട് ചേർക്കാം അല്ലെങ്കിൽ കൂടെ ചേർക്കാം, എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. എന്നിട്ട് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. അത് നമ്മൾ എപ്പോഴും ഇങ്ങനെ ചേർക്കുന്നത് ചൂടുവെള്ളം, നമ്മൾ കെറ്റിലിൽ തിളപ്പിക്കില്ലേ, ആ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കും. ഞാനിത് ഓഫ് ചെയ്ത് എന്തിനെന്ന് വെച്ചാൽ 1 കപ്പ് തേങ്ങാപ്പാൽ കൂടി ഒഴിക്കാനാണ്. നല്ല തേങ്ങയുടെ പാൽ തിളച്ചുകൊണ്ടിരിക്കുമ്പം ഒഴിച്ചാൽ അറിയാൻ പറ്റില്ല, ചിലപ്പോൾ അത് പിരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് ഓഫാക്കിയ ശേഷം 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു. കറി വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ 1 കപ്പ് വെള്ളം കൂടി ചേർക്കുകയാണ്, കാരണം കുറേ അധികം ഫിഷുണ്ട്. അപ്പം ഞാൻ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത്. ഈ വെള്ളം നിറം എന്തെന്ന് വെച്ചാൽ ആ തേങ്ങാപ്പാൽ ഒഴിച്ച കപ്പിൽ വെള്ളം ഒഴിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് അതിൽ തന്നെ 1 കപ്പ് ചൂടുവെള്ളം കൂടി അങ്ങ് ഒഴിച്ചിട്ട് ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ മാങ്ങ കൂടി ചേർത്ത് കൊടുക്കണം. മാങ്ങ തൊലി കളഞ്ഞരിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ ഞാൻ മാങ്ങ ചേർത്ത് കൊടുത്തു. മാങ്ങ ഇട്ടാൽ നമ്മൾ പച്ചമുളക് 2 or 3 ഒക്കെ പച്ചമുളകും കൂടി ചേർക്കാം. ഭയങ്കര എരിവുള്ളതാണെങ്കിൽ 2 ചേർത്താൽ മതി.
ഉപ്പും ചേർത്ത് കൊടുത്തു ഞാനിപ്പോൾ. നല്ല തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് അല്പം പിഴിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ നല്ല ഓർഗാനിക് കോക്കനട്ട് മിൽക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഫിഷ് ചേർത്ത് കൊടുക്കുകയാണ്. കാരണം അത് തിളയ്ക്കുന്നു. അപ്പോൾ ഞാൻ ഫിഷൊക്കെ നമ്മൾ നന്നായിട്ട് കുറച്ച് ഉപ്പും അല്പം നാരങ്ങ നീരും ചേർത്ത് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ മീൻ അതിൻ്റേതായ ഒരു സ്മെല്ലില്ലേ, അതുണ്ടാവത്തില്ല. ഞാനെപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. നാരങ്ങ നീരില്ലെങ്കിൽ അല്പം വിനീഗർ ചേർത്താൽ മതി. ഇത് ഒരു വലിയ ചട്ടിയല്ല, കുറച്ച് ചെറുതാണ്, ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ഇനി ഒരു സ്പൂൺ കൊണ്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. എന്നിട്ട് അത് നന്നായിട്ട് തിളച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം പുളിയുണ്ടോ ഉപ്പുണ്ടോ എന്നൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. മീനൊന്ന് കുക്കായി കഴിഞ്ഞിട്ട് നോക്കാം. ഇതിനകത്ത് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യം, ഇതിന് നമ്മൾ പുളി ചേർക്കില്ല, ടൊമാറ്റോ ചേർക്കില്ല, ഉള്ളി മാംഗോ. അപ്പോൾ ആ മാംഗോ അത് വെന്ത് നല്ലതായിട്ട് ആ മാങ്ങയുടെ രുചിയൊക്കെ ആ മീനിൽ പുളിപ്പും ഒക്കെ അതിനകത്ത് പിടിക്കണം. അതിനായിട്ട് നമ്മൾ ഒരുപാട് തീ കൂട്ടി വയ്ക്കാതെ ചെറിയ തീയിലങ്ങ് കുക്ക് ചെയ്യും. കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യും. നമ്മൾ അടച്ച് ഒരു 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ കറി റെഡിയാകും. ഞാനത് മുഴുവനും നിങ്ങളെ കാണിക്കുന്നില്ല. നമ്മൾ എല്ലാം ചേർത്ത് അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ ഒരു ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം, പിന്നെ അടച്ച് വെക്കണം. ഒരു 20 മിനിറ്റ് കൊണ്ട് നമ്മൾ കറി റെഡിയാകും. എൻ്റെ കറി എന്തായാലും റെഡിയായി. തണുക്കുമ്പം നല്ല കട്ടിയായി നല്ലൊരു ഫിഷ് കറിയാകും അത്. അപ്പോൾ ഈ ഫിഷ് കറി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ടാറ്റാ, ബൈ ബൈ.